ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോമ്പ് തോറേന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കേട്ടോ കിട്ടുന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ നോമ്പ് തോറ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായും പെട്ടിപ്പത്തിലും ആണ് കേട്ടോ. ഈ പെട്ടിപ്പത്തിലിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മളെ ഈ വടകര കുഞ്ഞിപ്പള്ളി ഭാഗത്തൊക്കെ പെട്ടിപ്പത്തിലിനാണ് കേട്ടോ പറയാ. നമ്മള് ചിക്കന്റെ പണ്ടം അകത്ത് വെച്ചിട്ട് അതിന്റെ പുറത്ത് മുട്ട വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഴം മുറിച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിക്കാൻ വെക്കും കേട്ടോ. അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ വേണ്ടത്. അധികം പഴുത്ത് പോയാൽ നമ്മൾ ഉന്നക്കായ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടൂല. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ഉന്നക്കായന്റെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോ പഴങ്ങളായിട്ട് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. പണ്ടുള്ളവരൊക്കെ അമ്മിയിലാണ് അരക്കല്. നമുക്കിപ്പോ അമ്മിയൊന്നും എടുക്കാനൊന്നും വയ്യ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയട്ടെ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് റെഡിയാക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്യൂം കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ തേങ്ങ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഏകദേശം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഉമ്മാന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാം കേട്ടോ. ഉമ്മയാണ് നമ്മളെ ഉന്നക്കായ ഉരുട്ടുന്നതിൽ എക്സ്പേർട്ട്. എനിക്ക് അങ്ങത്ര ഷേപ്പിൽ കിട്ടൂല. ഇവിടെ നമ്മളെ ഉമ്മ ഉന്നക്കായ റെഡിയാക്കുന്നുണ്ട്. കണ്ട ഇത്ര ഭംഗിയിൽ എവിടെങ്കിലും നിങ്ങൾ കണ്ടില്ല ഉന്നക്കായ? ഇത്ര മഞ്ചില് അല്ലേ മാ? ഇഞ്ചിയിൽ വിട്ടണം. ഇതെല്ലാം സമാധാനത്തോടു കൂടി വിട്ടണം. തിരക്കിട്ട് വിട്ടത് തിരക്ക് കൂടുമ്പോൾ നന്നാവില്ല. നമ്മളെ മോള് എല്ലാ പണ്ടങ്ങളെല്ലാം ആക്കി തന്നു. കായ അരച്ച് മൈക്ക് വെച്ചോ. പണ്ടെല്ലാം ആക്കി തന്ന് കായ അരച്ച് തന്ന് നമ്മുടെ മോളെല്ലാ പണിയും ചെയ്ത് തന്ന്. ഞാൻ ഇവിടെ കുത്തിരി എനിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഇരുന്നിട്ട് ഞാൻ പിന്നെ കായ വിട്ടുന്ന. നിങ്ങൾക്ക് ആർക്കും വണ്ടിയെങ്കിലും ഓർഡർ തന്ന. ഇനി പോയിട്ട് എടുക്കുന്നിട്ട് വരാം. ഉമ്മ ഉന്നക്കായ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടിപ്പത്തലിന്റെ മസാല റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാനും വെക്കാം കേട്ടോ. ഞാനിപ്പോ കുക്കറിലാണ് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. അതാകുമ്പോൾ ഒരു വിസിൽ കൊണ്ട് നമുക്ക് എഗ്ഗ് വെന്ത് കിട്ടും. ചിക്കൻ വേകുന്ന വരെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ അതൊന്ന് കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉള്ളി വഴറ്റുന്നത്. നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി കുറച്ച് കൂടുതലുണ്ട്, നന്നായിട്ട് വഴന്ന് വരണം. ആ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ട് പച്ചമുളക് പേസ്റ്റ് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വന്നാൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇടണ്ട, കുത്തി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇടണം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആണ് നമ്മൾ മസാല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ നമ്മുടെ ഉമ്മാന്റെ ഉന്നക്കായ ഇവിടെ കുറേ ഉമ്മ ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം കയ്യാറായി. ഇങ്ങനെ ഉരുട്ടുക. അറിഞ്ഞൂടാതെ എല്ലാം പഠിച്ച അറിയുന്നവര് കിട്ടുന്ന കാണാം. അറിഞ്ഞൂടാതെ ഒരു പഠിച്ചോളുക. എടുക്കും ഞാൻ കുറച്ച് ഉരുട്ട എടുക്കുക, കണക്കായ ഉരുട്ട. എന്നിട്ടത് ഉരുട്ടിയിട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ച് പരത്തുക. പരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പണ്ട എടുക്കുക. ഇതാ പണ്ട എടുത്തിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ മടക്കുക. അറിഞ്ഞൂടാത്തവനോടാന്നേ പറയുന്നത്, അറിയുന്നവനോടല്ല. എന്താ ഇതിൻ്റെ ഉള്ളിലാക്കുക. പണ്ട് ബോണ്ട ആർക്ക് പറഞ്ഞൂടെ ബോണ്ട ഉരുട്ടുന്നു. അങ്ങനെ അവർ പണ്ടാര് ബോണ്ട ഉരുട്ടി പഠിച്ച്
പടി ഗൾഫിൽ പോയി. അറബി വന്ന പാടി തന്നെ അറബിക്ക് ബോണ്ട ചുട്ട് കാട്ടി കൊടുത്തു. അന്നേരം അല്ല തിന്നാൻ കൊടുത്തു. പടി ബോണ്ട തിന്നേരം അറബി ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ എത്തിയെന്ന്, ഉരുളക്കിഴങ്ങ്. അന്നേരം അവൻ കാട്ടിക്കൊടുത്ത്. അന്നേരം കാണാൻ അറബിക്ക് കാട്ടിക്കൊടുത്തല്ല, അറബി 2 വിസയാ കൊടുത്ത്. ബോണ്ട 2 വിസയാ കൊടുത്ത. കേട്ടാ പറഞ്ഞേ കഥ കേട്ടാ? കഥയിലുള്ളതാ. അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ ഉരുട്ടുക. അറിഞ്ഞുകൂടാതെ പോലെ നോക്കി പഠിച്ച. ഇതാണ് അച്ചൂസ് ഉന്നക്കായ. അച്ചൂസ് ഉന്നക്കായി. ഇതാരാ പോകുന്നേ മുകളിൽ? അങ്ങനെ നമ്മളെ ഒരുക്കങ്ങളല്ലേ അമ്മ? ഇതെല്ലാം ഒരുങ്ങി ഇനി മസാലയായി വെട്ടിപ്പത്തിലാക്കണം. ഇനി നമ്മൾ പെട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്ന കാണാട്ടോ. അതാ ഇങ്ങനെ നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തിയിട്ട് അത് നമ്മൾ അതിൻ്റെ മേലെ മസാല വെക്കും. അതിൻ്റെ മേലെ നമ്മളൊരു എഗ്ഗ് പകുതി മുറിച്ചിട്ട് ഒരു മുറി എഗ്ഗ് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പൂരിയും കൂടി വെച്ചിട്ട്, പൂരീൻ്റെ ആ ഒരു ബാറ്റർ കേട്ടോ, ആ ഒരു പരത്തിയ സംഭവം അത് മേലെ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കും. 4 മൂലയും മുറിച്ചെടുക്കും. അതാണ് നമ്മളെ പെട്ടിപ്പത്തി. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. പിന്നെ നോമ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വയറും ഫില്ലായി കിട്ടും കേട്ടോ. ഈ ഒരൊറ്റൊരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലായി കിട്ടും. പിന്നെ ഒരു വീഡിയോ അകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ ആരാണെന്നുള്ളത്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. ഗ്രീൻ ഷോൾ ഇട്ടിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. പിന്നെ മറ്റേത് എൻ്റെ ഇക്കാക്കാൻ്റെ വൈഫും ഇക്കാക്കാൻ്റെ മോളുമാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മിസ്രിയ മോളാണ് എനിക്ക് എഗ്ഗ് കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ തരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നമ്മളെ നോമ്പ് തോറാൻ്റെ വിഭവങ്ങളൊക്കെ ഇവിടെ വരും. ഇനി ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ആദ്യം തന്നെ ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഉന്നക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഉന്നക്കായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഉന്നക്കായൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോട്ടെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉന്നക്കായ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ പെട്ടിപ്പത്തിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ. നമ്മൾ നോമ്പ് തോറന്റെ വിഭവങ്ങളൊക്കെ റെഡിയായി. നമ്മൾ ജ്യൂസ് ആക്കിയത് നമ്മളെ മൊഹബത്ത് സർബത്താണ് കേട്ടോ. പിന്നെ ബത്തക്കയും ചിക്കും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ആയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. ഒരുപാട് സന്തോഷമാണ് എല്ലാവരുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.